ഹലോ, എനിക്ക് തോന്നുന്നു ഞാൻ സംസാരിച്ച് വീഡിയോ എടുക്കാൻ തുടങ്ങിയ സമയത്ത് തൊട്ട് ചോദിക്കുന്നത് ഡോൺ ചേട്ടനെ വീഡിയോ കൊണ്ടുവരണം. അപ്പൊ ഞാൻ എല്ലാവർക്കും കമന്റിന് റിപ്ലൈ തന്നത് ഓക്കെ വിൽ ട്രൈ എന്നാണ്. ആക്ച്വലി ഞാൻ ഡോൺ ചേട്ടനോട് പറഞ്ഞിട്ടേ ഇല്ല എന്റെ വീഡിയോയിൽ വരുമോ, എല്ലാരും ചോദിക്കുന്നു, അങ്ങനെ ഒരു സംഭവമേ ഞാൻ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം ഡോൺ ചേട്ടനായിട്ട് തന്നെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു നമുക്കൊരു വീഡിയോ എടുക്കാം. ആദ്യം ആനിവേഴ്സറിയുടെ വീഡിയോ ഇടാന്നാണ് എന്നോട് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പം Q&A ആക്കി. അപ്പം അന്ന് തന്നെ ഞാൻ Q&Aയുടെ പോസ്റ്റ് ഇട്ടു. അന്ന് തൊട്ട് ക്വസ്റ്റ്യനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 2-3 ദിവസം ആക്ച്വലി ഞങ്ങൾ വെയിറ്റ് ചെയ്തതാണ്, കുറച്ച് ക്വസ്റ്റ്യൻസ് വരട്ടെ എന്നോർത്ത് വെയിറ്റ് ചെയ്തിരുന്നതാണ്. അപ്പൊ ഇന്ന് ഞങ്ങൾ എടുക്കാന്ന് വിചാരിച്ചു. അപ്പോ അതിനു മുമ്പ് ഇപ്പൊ ആ Q&A കണ്ടിട്ട് നിങ്ങൾ പറയായിരിക്കും എന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലല്ലോ. അതിനകത്ത് ഞാൻ തോന്നുന്നു 508 കമന്റ് വന്നു. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം നെഗറ്റീവ് പറയാ, ക്വാളിറ്റീസ് പറയാ, പോസിറ്റീവ് പറയാ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ അതിനുള്ള ഉത്തരം മാത്രമേ തരത്തുള്ളൂ. മിക്കതും ഞാൻ കുറെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്നെയും ഡോൺ ചേട്ടനെയും അല്ലെങ്കിൽ എന്റെ ഫാമിലിനെയും ഡോൺ ചേട്ടന്റെ ഫാമിലിയെ സംബന്ധിക്കുന്ന കാര്യത്തിന് മാത്രമേ ഞാൻ ഉത്തരം പറയത്തുള്ളൂ. അല്ലാതെ പിന്നെ ചോദിക്കരുത് എന്തുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞില്ല, ഈ ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞില്ല എന്ന് പറയരുത്. അപ്പോൾ നമുക്ക് ഡോൺ ചേട്ടൻ്റെ അടുത്ത് പോകാം. അപ്പോൾ ഞാൻ ഡോൺ ചേട്ടനായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന കമന്റ്സ് ഫുള്ള് വന്ന് ഡോൺ ചേട്ടനെ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോൺ ചേട്ടനെ കൊണ്ട് ഞാൻ വന്നിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് വായിക്കാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അഞ്ജന പ്രകാശാണ്. ഡിവൈൻ വാഷ്റൂമിൽ കയറി ഒളിച്ചു നിന്ന് സർപ്രൈസ്, അത് പാളി പോയപ്പോൾ ഡോൺ ചേട്ടൻ എന്താ തോന്നിയത്? എനിക്കല്ല, നീയാണ് ചമ്മിപ്പോയത്. ആക്ച്വലി ഞാനാ ചമ്മിപ്പോയത്. നമ്മുടെ അഞ്ജന ചേട്ടൻ കയറി വന്ന എല്ലാ സർപ്രൈസും പൊളിച്ചടിക്കുക, അതുകൊണ്ട് ഞാൻ തന്നെയാ ചമ്മിപ്പോയത്. പിന്നെ അടുത്തത് ശീതൽ തങ്കച്ചൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ നെക്സ്റ്റ് ഡ്രീം എന്താണ്? കുട്ടീനെ നന്നായി വളർത്താം, എന്റെ ഡ്രീം അതാണ്. പിന്നെ ഞങ്ങള് ഹണിമൂണിന് ഇതുവരെ പോയിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട്. ലോക്ക്ഡൌൺ കഴിഞ്ഞാൽ എവിടെയെങ്കിലും പുറത്ത് പോകണം. പിന്നെ അടുത്തത് ഡീനയാണ് ചോദിച്ചിരിക്കുന്നത്, ഡിവൈൻ ചേച്ചിയുടെ ഏത് ക്യാരക്ടറാണ് ഡോൺ ചേട്ടന് കൂടുതൽ ഇഷ്ടം? ഡിവൈൻ്റെ നല്ലോണം കെയർ ചെയ്യുള്ളു, പിന്നെ ഭക്ഷണം നന്നായിട്ട് ഉണ്ടാക്കും, പിന്നെ കുഴപ്പമില്ല. പിന്നെ അടുത്തത് ആ ഡീന തന്നെ ചോദിച്ചിരിക്കുന്നതാണ്, വഴക്കിടുമ്പോൾ ആരാണ് ആദ്യം കോംപ്രമൈസ് ചെയ്യാൻ വരിക? അത് ഡിവൈനിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആദിത്യ ലക്ഷ്മിയാണ്. ഡിവൈൻ ചേച്ചിയുടെ എന്ത് ക്വാളിറ്റി കണ്ടപ്പോഴാണ് ലൈഫ് പാർട്ട്ണറായി ചേച്ചി മതിയെന്ന് ഡിസൈഡ് ചെയ്തത്? എനിക്ക് പെണ്ണ് കണ്ടുവന്നിട്ട് 1 മാസത്തോളം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ആ 1 മാസം ഞാൻ ഫോണിൽ സംസാരിച്ചു, എന്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ക്ലാരിഫിക്കേഷൻ കൊടുത്തു എല്ലാത്തിനും പറ്റിയിട്ട്. അപ്പൊ അതൊക്കെ അവളൊരു പോസിറ്റീവ് മൈൻഡിൽ എടുത്തു. പിന്നെ ഭയങ്കര ബോൾഡാണ്, ഭയങ്കര മെച്യൂരിറ്റിയാണ്, അതുകൊണ്ടൊക്കെ തന്നെയാണ്. പിന്നെ അടുത്ത് ജെറിയാണ് ചോദിച്ചിരിക്കുന്നത്, Q&A തോമുവിനെ കൊണ്ടുവരണം. തോമുവിനെ ആക്ച്വലി ഞാൻ ലാസ്റ്റ് ഡേ ഒരു വീഡിയോ ഇട്ടിരുന്നു, തോമുവിനെ കാണിച്ച്. ഞാൻ കൊച്ചായതുകൊണ്ടാണ് അധികം വീഡിയോസിലൊന്നും കൊണ്ടുവരാത്ത തോമുവിനെ. കുറച്ചും കൂടെ വലുതാകുമ്പോൾ തോമുവിനെ ആയിട്ടായിരിക്കും ഞങ്ങൾ വരുന്നത്. പിന്നെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഏഞ്ചൽസ് ഹെവൻ എന്നാണ്. ഡിവൈൻ ചേച്ചീസ് ഫേവറേറ്റ് കളർ ആൻഡ് ഫുഡ്? എന്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക്. എന്ത് തന്നാലും കഴിക്കും, പക്ഷെ കൂടുതൽ ഇഷ്ടം എന്താ പറയാ ഷവർമയാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഹൂ ഇസ് ദ ബെസ്റ്റ് കുക്ക് ഇൻ യു ബോത്ത്? ആരാണ് ബെസ്റ്റ്? ഡിവൈൻ തന്നെയാണ്. ഞാൻ അങ്ങനെ കുക്ക് ചെയ്തൊന്നുമില്ല, അത് ചോദിച്ചിരിക്കുന്ന പൂജയാണ്. അടുത്ത് ചോദിച്ചിരിക്കുന്ന സരൂസ് ലവിംഗ് വേൾഡ് ആണ് ചോദിച്ചിരിക്കുന്നത്, മമ്മി ആയിട്ടുള്ള വീഡിയോ ഇട്ടില്ലല്ലോ. മമ്മി ആയിട്ടുള്ള വീഡിയോ ഇടാത്തതിന്റെ റീസൺ ഞാൻ കഴിഞ്ഞ മറ്റേ PCOD ജേണിക്കകത്ത് പറഞ്ഞായിരുന്നു, പോസ്റ്റ് അബദ്ധവശ ഡിലീറ്റ് ആയിപ്പോയി, അതാണ് റീസൺ. പിന്നെ മരിയ ജോൺ ചോദിച്ചിട്ടുണ്ട്, ഡിവൈൻ ചേച്ചിയുടെ ഏറ്റവും ചിരിപ്പിച്ച ഒരു കാര്യം എന്താണ്? ഡോൺ ചേട്ടന് ഏറ്റവും കോമഡിയായി തോന്നിയ കാര്യവും പറയണം. ഡിവൈൻ വെറുതെ ഒരു പറഞ്ഞാലും നമുക്ക് ചിരി വരും, നോർമലി കോമഡി പോലെ തന്നെയാണ്. അപ്പൊ ഇന്ന കാര്യമൊന്നും പറയാനില്ല. പിന്നെ ഇടയ്ക്ക് മമ്മീനെ പേടിപ്പിക്കുന്നതും ഡിംപിളിനെ ഇടയ്ക്കിനെ പേടിപ്പിക്കരുത്. അപ്പൊ അത് നമുക്ക് കോമഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുമ്പ് തന്നെ ഓൾറെഡി അതിനെ പറ്റിയിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സ്നേഹ ജോസ് ആണ്. ഡിവൈൻ എന്ന മദർ ആണോ ഡിവൈൻ എന്ന വൈഫാണോ? ഏത് റോളിലാണ് ചേച്ചിക്ക് ഫുൾ മാർക്ക്? അമ്മ എന്ന റോളിലാണ് അവർക്ക് ഫുൾ മാർക്ക്. കാരണം എന്റെ തോമുവിനെ അതുപോലെ നോക്കുന്നുണ്ട്. പിന്നെ ഡോൺ ചേട്ടൻ എപ്പോഴും പറഞ്ഞിട്ട് ചേച്ചി കേൾക്കാത്ത കാര്യം എന്തെങ്കിലും ഉണ്ട്? കേൾക്കാത്ത കാര്യം പൊട്ടിടാൻ പറയും എപ്പോഴും, ഞാൻ അത് ഇടാറില്ല ഇടയ്ക്ക്. പിന്നെ മുടിയും അതുപോലെ വൺസിലിടാൻ പറയും, അത് ഇടയ്ക്കിടയ്ക്ക് ചില സമയങ്ങളിൽ മാത്രം.
പിന്നെ ചോദിച്ചിരിക്കുന്നത് ശില്പയാണ്. ഏജ് ഡിഫറൻസ് എത്രയാണ് നിങ്ങൾ തമ്മിൽ? എന്താണെന്ന് അറിയത്തില്ല, എല്ലാവർക്കും അറിയേണ്ട ഏജ് ഡിഫറൻസ് ആണ്. എനിക്ക് 25, എനിക്ക് 34. പിന്നെ ഫർസാന ചോദിച്ചിട്ടുണ്ട് ഡോൺ ചേട്ടന്റെ ജോബ്. ഈ ബിസിനസ്സാണ്, യൂസ് വെയർ ഷോറൂമാണ് ഉള്ളത്. പിന്നെ ഫാമിലി ബിസിനസ് ഉണ്ട്, ഗോൾഡ് കവറിങ്ങിൻ്റെ ഹോൾസെയില്, ഇവൻറ്റ്സ് ഉണ്ട്, ഇതൊക്കെയാണ്. എൻ്റെ ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കറൻ്റ് വർക്ക് ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് കുറച്ചാൾ വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ വർക്കൊന്നും ചെയ്യുന്നില്ല. പിന്നെ ആതിര ചോദിച്ചിട്ടുണ്ട്, ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഡോണിന് ഡിവൈനെയാണോ മമ്മീനെയാണോ കൂടുതൽ ഇഷ്ടം? ഒരാളെ പറയാൻ പറ്റത്തുള്ളൂ. അത് സ്വാഭാവികമായിട്ട് ഭാര്യനല്ലേ വരുള്ളൂ. പിന്നെ ചോദിച്ചിട്ടുണ്ട്, ഹംന ചോദിച്ചിട്ടുണ്ട്, ഹൗ ഹാസ് 1 year ഓഫ് മാരേജ് ബീൻ? ഇതുവരെ ഒരു കുഴപ്പമില്ലാണ്ട് പോണു. ഇതുപോലെ തന്നെ മുന്നോട്ടിനും പോട്ടെ. തന്നെ എന്തുവാ, നിങ്ങളെ ഒരു 4 years ആയി ഫോളോ ചെയ്യുന്ന ഒരു ആരാധികയാണ്. പിന്നെ ക്യൂട്ടി ഇത്തൽ ചോദിച്ചിട്ടുണ്ട്, ഡോൺ ചേട്ടൻ ഗുഡ് ഹസ്ബൻഡ് ഓർ ഗുഡ് ഫാദർ, ഏതാണ് ബെസ്റ്റ്? രണ്ടും ബെസ്റ്റാണ്. അതിൽ ഇപ്പം ചോദിച്ചാൽ ഗുഡ് ഫാദർ. പിന്നെ സാധ്യ ചോദിച്ചിട്ടുണ്ട്, ആരാണ് കൂടുതൽ റൊമാൻറ്റിക്? ഞാൻ തന്നെയാണ്. പിന്നെ റോഷ്യ രവീന്ദ്രൻ ചോദിച്ചിട്ടുണ്ട്, ഡോൺ ചേട്ടന് ഡിവൈന് കൊടുക്കാവുന്ന ഒരു പ്രോമിസ് ഈ അവസരത്തിൽ പറയാമോ? എനിക്ക് തരാൻ പറ്റുന്നൊരു പ്രോമിസ്. എനിക്ക് തരാൻ പറ്റുന്നൊരു പ്രോമിസ് ഇതുപോലെ തന്നെ 100 കൊല്ലം മുന്നോട്ട് കൊണ്ടുപോകാന്ന്. എന്നോടും ചോദിച്ചിട്ടുണ്ട്, സെയിം തന്നെ. ഒരു സന്തോഷമായിട്ട് കുറേ കാലം ജീവിക്കുക, അത്രേ ഉള്ളൂ. എല്ലാവർക്കും തോമൂനെ കാണിക്കണം എന്നുള്ളതാണ്. തോമൂനെ ഞാൻ എന്താ പറയുക, കുറച്ചും കൂടെ വലുതായിട്ട് കാണിക്കുന്നതായിരിക്കും. പിന്നെ അഞ്ജലി ചോദിച്ചിട്ടുണ്ട്, ഡിവൈൻ സാഡ് ആയിരിക്കുമ്പോൾ ഹാപ്പി ആവാൻ ചെയ്യുന്ന വല്ല ട്രിക്സും ഉണ്ടെങ്കിൽ പറയാമോ? സാഡ് ആയിരിക്കുമ്പോൾ കുറേ നേരം മിണ്ടാണ്ടിരിക്കും. പിന്നെ ഞാൻ തന്നെ ഞാൻ തന്നെ വന്ന് മിണ്ടും, അല്ലാതെ അതിൻ്റെ ടിപ്സും ഒന്നും ഇല്ല. പിന്നെ അനിസ്റ്റോസ് വേൾഡ് ചോദിച്ചിട്ടുണ്ട്, ഡോൺ ചേട്ടൻ്റെ സങ്കല്പത്തിലുള്ള ഭാര്യയാണോ ഡിവൈൻ ചേച്ചി? അതെ, അതിന് വേറെ മറ്റുള്ളത് വന്നിട്ടൊന്നുമില്ല, അതുപോലെ തന്നെയാണ്. ചോദിച്ചിരിക്കുന്നത് സർഫുണീസയാണ്. ചേച്ചി ഒരു പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്ന പേഴ്സണാലിറ്റി ആണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു. പിന്നെ അയാൾ തന്നെ ചോദിച്ചിട്ടുണ്ട്, മദറിലൂടെ 2 പോസിറ്റീവ് കാര്യങ്ങൾ പറയാമോ? ആൻറ്റിയുടെ ഫാനാണ് ഞാൻ. മമ്മിയുടെ ഫാൻ. മമ്മിയുടെ 2 പോസിറ്റീവ്. മമ്മി എന്താ പറയുക, ഫുൾ പോസിറ്റീവ് എനർജിയാണ്. ഇങ്ങനെ ചാടിച്ചാടി നടക്കും. ഇടയ്ക്കൊക്കെ പിണക്കൊക്കെ വരും, എന്നാലും ഫുൾ സ്വിങ്ങിൽ നടക്കും. അതാണ് മമ്മിയുടെ പോസിറ്റീവ് എന്ന് പറയുന്നത്. പിന്നെ കുക്കിംഗ് വ്ളോഗ് പ്രതീക്ഷിക്കും, ഭാഗ്യം ചെയ്യുന്നതായിരിക്കും. പിന്നെ സിന്ധു അജിത്ത് ചോദിച്ചിട്ടുണ്ട്, ഡിവൈൻ്റെ ഒരു നെഗറ്റീവ് പോസിറ്റീവ് ഡോൺ പറയുക തിരിച്ചു. ചേട്ടൻ ആദ്യം പറയും. നെഗറ്റീവ് ഇത് പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് മൂഡ് സ്വിങ്ങുകളൊക്കെ വരും. അതുപോലെ പിന്നെ എന്നിട്ട് പോസിറ്റീവ് ആയിട്ട് വളരെ കെയറിങ് ആണ്. ഞാനും പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കെയറിങ് എന്നാണ് പറയുന്നത്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് മിണ്ടാണ്ടിരിക്കും, എനിക്ക് ദേഷ്യം വരും, അതാണ് നെഗറ്റീവ്. പിന്നെന്തുവാ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അശ്വതി അച്ചുവാണ് ചോദിച്ചത്, ഒരു സാരി വാങ്ങി വീട്ടിൽ വന്നാൽ ഡോൺ ചേട്ടൻ അത് ആർക്ക് കൊടുക്കും? പെങ്ങൾക്കോ ഭാര്യയ്ക്കോ? ബുദ്ധിപരമായി ഉത്തരം പറയൂ. അല്ല, അതിപ്പോൾ ആലോചിക്കാനില്ല. ഇപ്പം ഡിമ്പിളിനാണെങ്കിൽ ആൻസർ മേടിച്ചു കൊടുത്തോളും, മമ്മിക്കാണെങ്കിൽ ആടി കൊടുക്കും, ഞാൻ മേടിച്ചു തരും. ഒരു പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഫാഷൻ വേൾഡ് ആണ്. നിങ്ങൾ മാരേജ് കഴിഞ്ഞ് ഫസ്റ്റ് പോയ പ്ലേസ്? ഞങ്ങൾ ഫസ്റ്റ് പോയത് കല്യാണത്തിന് പിറ്റേ ദിവസം ഞങ്ങളുടെ ഒരു ഫാമിലി ക്ലോസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആളെ മരിച്ചു. അങ്ങനെ ഞാൻ ഫസ്റ്റായിട്ട് പോയത്. ആദ്യമായി കാലത്ത് 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. മരിച്ച വീട്ടിലാണ് ഞങ്ങൾ പോയത്. ഹനൂസ് വേൾഡ് ചോദിച്ചിട്ടുണ്ട്, ഡിംപിളിനെയാണോ ഡിവൈനെയാണോ കൂടുതൽ ഇഷ്ടം? ആരാണ് സ്മാർട്ട്? രണ്ടുപേരും സ്മാർട്ടുണ്ട്. 2 തരത്തിലാണ്. ഇപ്പോൾ ഡിംപിൾ എന്ന് പറയുന്നത് പെങ്ങളാണ്, അതൊരു ഇഷ്ടമാണ്. ഡിവൈൻ എൻ്റെ വൈഫാണ്. 2 പേരെയും ഇഷ്ടമാണ്, 2 തരത്തിലാണ് മാത്രം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആദിത്യ സനിലാണ്. ഡിവൈൻ്റെ നെഗറ്റീവ് എന്തൊക്കെയാണ് അതൊക്കെ പറഞ്ഞു. പിന്നെ അതുപോലെ ഡോൺ ചേട്ടൻ്റെ നെഗറ്റീവ് സൈഡും ഡിവൈനും പറയുമോ? അത് ഞാൻ പറഞ്ഞു. 1 year ആയില്ലേ മാരേജ് കഴിഞ്ഞിട്ട്, എന്തായാലും നിങ്ങളുടെ നെഗറ്റീവ് സൈഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി കാണും. ഇത് തന്നെയാണ് ഡോൺ ചേട്ടന് മെയിൻ സംഭവം. ഞാൻ പൊട്ട് വെക്കാത്തതാണ് മെയിൻ സംഭവം. പിന്നെ ഡോൺ ചേട്ടൻ ഇടയ്ക്ക് മിണ്ടാതിരിക്കും, അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല.
പിന്നെ രംഷി ചോദിച്ചിട്ടുണ്ട് ഡോൺ ചേട്ടനിൽ ചേച്ചി ആഗ്രഹിക്കുന്ന ക്യാരക്ടർ, അതുപോലെ ഡിവൈൻ ചേച്ചിയിൽ ചേട്ടൻ ആഗ്രഹിക്കുന്ന ക്യാരക്ടർ. ക്യാരക്ടർ എന്ന് പറയാനായിട്ട് ഇതുപോലെ തന്നെ, വേറെ ഇപ്പൊ മാറ്റം വരുത്താനായിട്ടൊന്നുമില്ല. അവളുടെ ക്യാരക്ടർ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ലത് തന്നെയാണ്, മാറ്റം വരുത്താനൊന്നുമില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഒന്നും കൂടെ ആക്ടിവേറ്റ് ഉണ്ടോന്ന് ഞാൻ പറയും. ഞാൻ വളരെ ടോക്കറ്റീവ് അല്ല, കുറവാ വർത്തമാനം പറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഗൗരിയാണ്. ഡിവൈൻ ആസ് എ സിസ്റ്ററിലോ ആൻഡ് ആസ് എ ഡോട്ടറിലോ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ഉള്ളത്, അത് ഡോൺ ചേട്ടൻ ഒന്ന് പറയുമോ? ക്വാളിറ്റീസ് പറയാനായിട്ട് ഡോട്ടറിലോ പറയുമ്പോൾ ഡിവൈൻ നല്ല കാര്യങ്ങൾ, മമ്മിക്ക് ആയാലും ഡാഡീനെ ആയാലും, മമ്മിക്ക് വേണ്ടി അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്, ഇപ്പോൾ ഡാഡീനെ ആയാലും എന്തെങ്കിലും ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ ഡിംപിളിൻ്റെ സിസ്റ്ററിലോ എന്ന് പറയുമ്പോൾ ഡിംപിൾ ഇപ്പോൾ ക്യാരിയിങ് ആണ്, അപ്പോൾ അവൾക്ക് വേണ്ട ടിപ്സും കാര്യങ്ങളും അതുപോലെ അവൾക്കൊരു ഹെൽപ്പൊക്കെ അവൾക്ക് ഡിംപിൾ വീട്ടിലുണ്ട്, അപ്പോൾ അതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഡിവൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്കൊരു എന്താ പറയുക നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ബബ്ലി വേൾഡ് വിത്ത് ഷമാസാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് യുവർ എയിം? ഒരു എൻ്റർപ്രണർ ആവണമെന്ന ആഗ്രഹമുണ്ടോ? ബിക്കോസ് യു ആർ വെരി സ്മാർട്ട് ആൻഡ് എഡ്യൂക്കേറ്റഡ്. ഹൗസ് വൈഫ് ആവാനാണോ താല്പര്യം? ഡോൺ ചേട്ടന് കട്ട സപ്പോർട്ടുണ്ടോ? അപ്പോൾ താൽക്കാലികമായിട്ട് എനിക്കൊരു ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനോ അങ്ങനത്തെ യാതൊരുവിധ ആഗ്രഹങ്ങളും ഇപ്പോൾ ഇല്ല. ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തോമുനെ വളർത്തുക എന്നുള്ളൊരു എയിം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. പിന്നെ ഇനി കൊച്ചു വലുതായി കഴിയുമ്പോൾ മേബി പോവായിരിക്കും. ഡോൺ ചേട്ടൻ നോ പറയത്തില്ല. ഡോൺ ചേട്ടൻ എല്ലാത്തിനും അങ്ങനെ എസ് പറയാറുള്ള കൂട്ടത്തിലാണ്, നോ അങ്ങനെ പറയാറില്ല. സോ ഭാവിയിൽ നമുക്ക് നോക്കാം. പിന്നെ ചോദിച്ചിരിക്കുന്നത് സരൂസ് ലവിംഗ് വേൾഡ് തന്നെയാണ് പിന്നെയും ചോദിച്ചിരിക്കുന്നത്. പ്രഗ്നൻസി കൺഫേം ചെയ്തപ്പോൾ ആൻഡ് കുഞ്ഞിനെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ഡോൺ ചേട്ടൻ്റെ ഫീലിങ്സ് എന്തായിരുന്നു? പ്രഗ്നൻസി പറഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അതിനെ എന്താ പറയുക, ഞാൻ എക്സ്പ്രസ് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ കൺഗ്രാറ്റ്സ് പറഞ്ഞു. പിന്നെ കൊച്ചിനെ കണ്ടപ്പോൾ എനിക്കെന്നെ കണ്ണ് നിറഞ്ഞു. ഞാനത് അറിയണത് കാറിൽ വെച്ചിട്ടാണ്, ഞാൻ ഓൺ ദ വേയിലാണ് അറിഞ്ഞത് ഡിവൈൻ ഡെലിവറി ആയി, ബേബി ബോയ് ആണെന്നുള്ളത്. അപ്പോൾ അത് അറിഞ്ഞപ്പോൾ ഞാൻ കണ്ണ് നിറഞ്ഞ വീട്ടിലേക്കാണ് അത് വിളിച്ച് പറഞ്ഞത്. പിന്നെ ആ ഒരു ക്വസ്റ്റിന്റെ ബാക്കിയാണ്, നിങ്ങൾ രണ്ടുപേർക്കും ഓർക്കുമ്പോൾ ഒരുപോലെ സന്തോഷം തരുന്ന കാര്യം തോന്നുന്നു. പിന്നെ മൈൻഡ് ഫോർ അവർ ചോദിച്ചിട്ടുണ്ട്. ചേച്ചി യു ടോൾഡ് യു വിൽ ഡു എ Q&A വിത്ത് ഡെൻസി അമ്മ. പ്ലീസ് പുട്ട് ദാറ്റ് ഐ എം വെയിറ്റിംഗ് ടു വാച്ച് ദ വീഡിയോ. ഡെൻസി അമ്മയായിട്ടുള്ള വീഡിയോ ഉടനെ ചെയ്യുന്നതായിരിക്കും. എൻ്റെ പോസ്റ്റ് അബദ്ധവശാൽ ഡിലീറ്റ് ആയിപ്പോയി, അതുകൊണ്ടാട്ടോ, അല്ലെങ്കിൽ ഉടനെ ചെയ്യുന്നതായിരിക്കും. പിന്നെ നവ്യ ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ഡോൺ ചേട്ടൻ ഡിവൈനെ ഫസ്റ്റ് മീറ്റിംഗ് ഒന്ന് പറയുമ്പോൾ. നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗ് ഞാൻ ഫസ്റ്റ് ഡിവൈനെ കാണുന്നത് റെയിൽവേ സ്റ്റേഷൻ വെച്ചിട്ടാണ്. ഞങ്ങനെ ഞാൻ കണ്ട ഫോട്ടോ കണ്ടിട്ടായിരുന്നുള്ളൂ, നേരിട്ട് കാണണമെന്ന് പറഞ്ഞപ്പോൾ അവള് ചെന്നൈയിലേക്ക് പോകായിരുന്നു. അപ്പോൾ ഞാനും ഡാഡിയും മമ്മിയും കൂടിയിട്ടാണ് പോയി കണ്ടത്. ഈ മറ്റേ സിനിമയിലൊക്കെ കാണുന്ന പോലെ ട്രെയിൻ ഇങ്ങനെ വരുന്നു, അതിൽ നിന്ന് ചാടി ഇറങ്ങുന്നു ഡിവൈൻ, 1 മിനിറ്റ് നിൽക്കുന്നു, വീണ്ടും തിരിച്ചാടി കയറി പോകുന്നു. തൃശ്ശൂർ വെച്ചാണ് കണ്ടത് ഞാൻ ഫസ്റ്റ് ടൈം. പിന്നെ ഫസ്റ്റ് കണ്ടത് ഫോട്ടോ ആണ്, ഡയറക്റ്റ് ആദ്യം ഫോട്ടോ ആണ് കണ്ടത്. പിന്നെ ഡിവൈൻ ആൻഡ് ഡിവൈൻ നല്ല പേർ, താങ്ക് യു. പിന്നെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് പ്രീത ഷിബു ആണ്. ഡിവൈൻ ചേച്ചി ആദ്യമായി ഡോൺ ചേട്ടനെ കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? പറഞ്ഞ പോലെ ആദ്യം കണ്ടത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ്. ദേ വന്നു ദാ പോയി എന്നൊരിതാണ്, വന്നിറങ്ങി കണ്ടു. ഒന്ന് എനിക്ക് തോന്നുന്നു ഒരു ഹായ് ബൈ പറയാനുള്ള സമയം കിട്ടിയിട്ടുള്ളൂ, ഒന്നും അതേ സ്പീഡിൽ പോയി. അത് ആ സമയത്തൊന്നുമില്ല, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പെട്ടെന്നുള്ളൊരു ഡിസിഷൻ ആയിരുന്നു. സോ ഒന്നും അപ്പോൾ അങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ ഡിവൈൻ ചേച്ചിയുടെയും ഡോൺ ചേട്ടൻ്റെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട വ്യക്തികളെന്ന് പറയാനായിട്ട് ആരുമില്ല. ഇപ്പൊ കല്യാണത്തിന് മുമ്പ് എന്നോട് ഒന്ന് ചോദിച്ചാൽ ഞാൻ പറയും അച്ഛനും അമ്മയായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട വ്യക്തി. ഇപ്പൊ പറയുകയാണെങ്കിൽ ഡോൺ ചേട്ടൻ, പിന്നെ തോന്നും ഡോൺ ചേട്ടൻ അങ്ങനെയല്ല. പിന്നെ അഞ്ജലി കോട്ട് മലയാളം, നമ്മൾ അഞ്ജലി ചേച്ചി ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ചോദിക്കാനുള്ള ഡോൺ ചേട്ടനോടാണ്. ഡിവൈനെ ഫസ്റ്റ് മീറ്റിൽ രണ്ടുപേർക്കും ഒന്നാകാമെന്ന് തോന്നിയ കാര്യം? ആദ്യത്തിൽ തന്നെ അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ഒന്നാമത് ഞാൻ പ്രിപ്പയർ ആയിരുന്നില്ല കല്യാണത്തിന്. പിന്നെ ഞാൻ സംസാരിച്ചു, ഒരു മാസത്തിന് മുകളിൽ എടുത്തിട്ടാണ് ഞാൻ ഓക്കെ പറഞ്ഞത്. ഞാനായാലും ആ സമയത്ത് ആക്ച്വലി കല്യാണത്തിനായിട്ട് പ്രിപ്പയർഡ് ഒന്നും അല്ലായിരുന്നു. ഓക്കെ പെണ്ണ് കാണാൻ വരുമ്പോൾ ഓക്കെ വന്ന് കണ്ടോ. പിന്നെ പറഞ്ഞ പോലെ ഒരു മാസത്തോളം സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞ് വർത്തമാനം പറഞ്ഞെടുത്ത് പിന്നെ ഒരു 1 മന്ത് കഴിഞ്ഞെടുത്ത ഡിസിഷൻ തന്നെയാണ്. അതായത് പെട്ടെന്ന് കണ്ടോണ്ട് എടുത്ത തീരുമാനമൊന്നും അല്ല.
പിന്നെ ഡിവൈന് വിവാഹാലോചന വന്നപ്പോൾ കല്യാണം കഴിക്കുന്ന ആളെ കുറിച്ച് മനസ്സിൽ ഒരു സങ്കല്പം ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ അതെന്ത്? എനിക്ക് അങ്ങനെ സങ്കല്പമൊന്നുമില്ല. ഞാൻ എൻ്റെ ക്വാൻറ്റീനിൽ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ സങ്കല്പങ്ങളോ ആഗ്രഹങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. ആഗ്രഹിച്ചാലാണ് പ്രശ്നം വരുന്നത്, പിന്നെ അതില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അങ്ങനെ സങ്കല്പങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്താ പറയുക, രണ്ടുപേരും സമാധാനത്തോടും സന്തോഷത്തോടും സമാധാനവും സന്തോഷവും ഉണ്ടാവും. സോ താങ്ക് യു ചേച്ചി. പിന്നെ സുജി ചോദിച്ചിട്ടുണ്ട്, ഡിവൈൻ കണ്ട വിവാഹ സങ്കല്പത്തിലെ ഭർത്താവ് തന്നെയാണോ? സങ്കല്പം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെന്താ, ഡോൺ ചേട്ടൻ, ഡോൺ എന്ന മകനും ഡോൺ എന്ന സഹോദരനും ഡോൺ എന്ന ഭർത്താവും ഡോൺ എന്ന അച്ഛനും ഇവരിൽ ഏറ്റവും മികച്ചത് ആരാണ്? ഡോൺ ചേട്ടൻ എല്ലാ മീൻസ് മകൻ എന്ന രീതിയിലും ബെസ്റ്റാണ്, എന്താ പറയുക, ഭർത്താവ്, സഹോദരൻ, മകൻ, ആ ഫാദർ എന്ന രീതിയിലെല്ലാം ബെസ്റ്റ് തന്നെയാണ്. സോ അതിൽ മികച്ചത് എന്നിടത്ത് വരാനായിട്ട് ഒന്നുമില്ല, എല്ലാ റോളിലും തികച്ചാണ് ഇരിക്കുന്നത്. അടുത്ത് ചോദിച്ചിരിക്കുന്ന ആൻമേരി അബ്രഹാമാണ്. ഇവാൻ എന്ന നെയിം ആരുടെ സെലക്ഷനായി? എൻ്റെ. പിന്നെ മഞ്ജു ചോദിച്ചിട്ടുണ്ട്, ഡോൺ ചേട്ടനും ഡിവൈൻ ചേച്ചിയും ഒരുമിച്ച് പോകാൻ ആഗ്രഹിക്കുന്ന പ്ലേസ്? പിന്നെ ജസ്മി ജോസ് ചോദിച്ചിട്ടുണ്ട്, ഡെലിവറി കഴിഞ്ഞ് സ്റ്റൊമക്ക് കുറഞ്ഞു, അതെങ്ങനെ? എൻ്റെ നെയിം പറയുമോ? ജസ്മിയോട് പറയുകയാണെങ്കിൽ എൻ്റെ സ്റ്റൊമക്ക് കുറഞ്ഞിട്ടൊന്നുമില്ല, കുറഞ്ഞു വരുന്നതേ ഉള്ളൂ. പിന്നെ ജസ്മി തന്നെ ചോദിച്ചിട്ടുണ്ട്, ബാപ്റ്റിസം എന്നാണ് ഡേറ്റ്? ആക്ച്വലി ബാപ്റ്റിസം ഞങ്ങൾ ഉടനെ ഒന്നും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം കല്യാണമോ ലോക്ക്ഡൗണിലായി ഒന്നും ആഘോഷിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് കുട്ടിയുടെ മാമോദീസ് ഞങ്ങൾ അടിച്ചു പൊളിക്കാനാണ് തീരുമാനിച്ചത്. ലോക്ക്ഡൗൺ എല്ലാം മാറി, അതല്ലാതെ എൻ്റെ കുറച്ച് കസിൻസ് എല്ലാം അബ്രോഡാണ്, അവരെല്ലാം വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ അത് കഴിഞ്ഞ് ലോക്ക്ഡൗൺ എല്ലാം മാറി, കൊറോണ അത് പോയി കിട്ടിയാൽ മതിയെന്നേ ഉള്ളൂ. അത് കഴിയുമ്പോൾ തൂമുവിൻ്റെ മാമോദീസ് ഞങ്ങൾ ആർഭാടമായിട്ട് നടത്തുന്നതായിരിക്കും. പിന്നെ നജീം ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ തമ്മിൽ വഴക്കിടാറുണ്ടോ? ആരാണ് കോംപ്രമൈസ് ചെയ്യുന്നത്? ഒബ്വിയസ്ലി ഞങ്ങൾ വഴക്കിടാറൊന്നും ഇരിക്കാറില്ല, ഇടാറുണ്ട്. കോംപ്രമൈസ് ചെയ്യുന്നത് ഞാൻ തന്നെ ആയിരിക്കും. അത് ഡോൺ ചേട്ടൻ ഉണ്ടാക്കിയാലും ശരി, ഞാൻ ഉണ്ടാക്കിയാലും ശരി, ഞാൻ തന്നെ പോയി കോംപ്രമൈസിന് പോകണം. പിന്നെ എന്താണ്, അടുത്ത സിനു ചോദിച്ചിട്ടുണ്ട്, ഡോൺ ചേട്ടൻ്റെ ഭാര്യയെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ എന്തൊക്കെയായിരുന്നു? സങ്കല്പം എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റബിൾ ആയിരിക്കണം, അതുപോലെ കെയറിങ് ആയിരിക്കണം, ലവബിൾ ആയിരിക്കണം, അത്രയ്ക്ക് അങ്ങനെയൊക്കെ തന്നെ. അതനുസരിച്ചുള്ള ഒരാളെ തന്നെയാണ് ഇപ്പൊ കിട്ടിയത്. അതെ. പിന്നെന്താ, ഡിവൈനിലെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാ അതൊക്കെ പറഞ്ഞു. പിന്നെ മരണം വരെ ഒരുമിച്ച് ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പിന്നെന്താ, സുജന അനിൽ ചോദിച്ചിട്ടുണ്ട്, എല്ലാ ചോദ്യവും എല്ലാവരും ചോദിച്ചു, ഞാനിപ്പോൾ എന്ത് ചോദിക്കും? രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട വേഷം? എനിക്ക് അല്ലെങ്കിൽ പരസ്പരം ഇട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഡ്രസ്സ്? എനിക്ക് ഡോൺ ചേട്ടൻ ജീൻസും ഷർട്ടും ഇട്ട് കാണാനാണ് എനിക്കിഷ്ടം. എനിക്ക് ഡിവൈനായിട്ട് എന്താ പറയുക, കാണാൻ ഭംഗിയുള്ളത് ഇതാണ്, സാരി, ഒരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റാണ് കാണാൻ ഭംഗിയാവുന്നത്. അടുത്ത് ചോദിച്ചിരിക്കുന്ന അപർണയാണ്. ചേച്ചിയുടെ മുഖത്ത് എന്താ എപ്പോഴും ഒരു സീരിയസ്ലി? ആക്ച്വലി നിങ്ങൾ ഡിംപിളിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് പറയുന്നത്, ഞാൻ ആ സമയത്ത് ഒട്ടും ഹെൽത്ത് വൈസ് ഓക്കെ അല്ലായിരുന്നു, അതുകൊണ്ടാണ് ആ സമയത്ത് അങ്ങനെ ഒരു ലുക്കിൽ നിന്നത്. പിന്നെ വർത്താനം പറയാനൊന്നും ഇരുന്നിട്ടില്ല, ചിരിച്ചിട്ട് പിന്നീടൊക്കെ ഉണ്ട് ഞാൻ. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ വീഡിയോ കാണാൻ ഞാൻ അത്ര സീരിയസ് ഒന്നും അല്ല, സീരിയസ് ആയിട്ടുള്ളതായിരുന്നു. മേ ബി നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് തന്നെ ആയിരിക്കും പറഞ്ഞത്. സോ അത്ര സീരിയസ് ഒന്നും അല്ല ഞാൻ. പിന്നെ ചോദിച്ചിരിക്കുന്നത് നവ്യാണ്, ഡിവൈൻ ആൻഡ് ഡോൺ ചേട്ടൻ ക്യൂട്ട്. താങ്ക് യു. പിന്നെ പ്ലീസ് ആൻസർ പറയണമെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഡിംപിളിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബർ എത്രയായി? പ്ലീസ് ഇതിന് ആൻസർ പറയണേ. അറിഞ്ഞുകൂടാ, നോക്കിയില്ല എന്നൊന്നും പറയരുത്, ഡിംപിളിനോടും കൂടെ കേട്ടോ ഒന്നും പറയണം. ആക്ച്വലി ഡിംപിളിൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് ഞങ്ങൾക്ക് അറിയാം, പക്ഷെ ഞാനല്ലല്ലോ അത് പറയേണ്ടത്. ഡിംപിളിൻ്റെ ചാനൽ ഡിംപിൾ തന്നെ അത് വന്ന് പറഞ്ഞോളൂ. ഡിംപിളിനോട് ഞാൻ പറയാം കേട്ടോ, നവ്യ ചോദിച്ചതായിട്ട് ഞാൻ പറയാം, പക്ഷെ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ഭയങ്കര മോശമാണ്. ഡിംപിൾ തന്നെ അത് പറയും. പിന്നെ കൃഷ്ണ ചോദിച്ചിട്ടുണ്ട്, രണ്ടുപേരിൽ ആർക്കാണ് പെട്ടെന്ന് ദേഷ്യം വരിക? അത് ഒബ്വിയസ്ലി ഡിവൈൻ തന്നെയാണ്. പിന്നെ കോംപ്രമൈസ് ചെയ്യാൻ ചെയ്യുന്നത് അത് ഞാൻ തന്നെയാണ്. ദേഷ്യം വരുന്ന എനിക്കാണെങ്കിലും കോംപ്രമൈസ് ചെയ്യാൻ ചെയ്യുന്നത് എല്ലാം ഞാൻ തന്നെയാണ്. ആതിര എസ് എല്ലാണ് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത്. ക്വസ്റ്റ്യൻ എല്ലാം ഒരു ഹായ് പറയുമെന്ന് ചോദിച്ചിട്ടാണ്. അപ്പം ഇട്ടിരിക്കുന്ന കമന്റ് ഞാൻ വായിക്കാം. ക്യൂട്ട് പെയർ, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കൂ, എനിക്കൊരു ഹായ് പറയുമോ ലൈവിൽ പ്ലീസ്? ഇത് ഞാൻ എപ്പോഴും പറയും, ബട്ട് ചേച്ചി മൈൻഡ് വെക്കില്ല, ഐ എം സോ സാഡ്. സോ ആതിരയ്ക്ക് ഹായ്. ഞാൻ ആക്ച്വലി ഞാൻ എല്ലാവർക്കും ഒരുമിച്ച് ഹായ് ആണ് എനിക്ക് തോന്നുന്നു, എനിക്ക് വേണ്ടയിൽ പറഞ്ഞു, അതുകൊണ്ടായിരിക്കും കേട്ടോ. പിന്നെ ലിയാൻ മൈവോൾ ചോദിച്ചിട്ടുണ്ട്, ഡിവൈൻ ചേച്ചിയുടെ വീട്ടിൽ വിടുമ്പോൾ ഡോൺ ചേട്ടന് ദേഷ്യം തോന്നാറുണ്ടോ? ദേഷ്യം വരേണ്ട കാര്യമില്ല. എൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഡോൺ ചേട്ടൻ എന്തിനാ ദേഷ്യം വരുന്നത്?
പിന്നെന്താ പറയാ, ശ്രീലക്ഷ്മി ചോദിച്ചിട്ടുണ്ട് ഡോൺ ജേട്ടൻസ് വ്യൂസ് അബൌട്ട് ഹൗ ടു ഓവർകം നെഗറ്റിവിറ്റി, എങ്ങനെയാണ് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഓൾ ലവ് ആൻഡ് റിഗാർഡ്സ് തോന്നുന്നു. താങ്ക് യു. എൻ്റെ പ്രശ്നം യൂട്യൂബിലത്തെ ആയിരുന്നു. ഞാനത് നോക്കാറില്ല, ഇപ്പോഴും നോക്കണില്ല. ഇപ്പോൾ ഇവരുടെ വീഡിയോസ് ഞാനത് വീഡിയോസ് കാണുന്നതല്ലാണ്ട് എൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ വായിക്കാറില്ല ഒന്നും. പിന്നെ ഇപ്പോൾ അതിനുള്ള തീരെ സമയം കിട്ടില്ല, തോന്നുമ്പോൾ കാരണം അവൻ്റെ പിന്നാലെ എന്നെ നിൽക്കലാണ് കൂടുതലും. പിന്നെ സജീഷ് ചോദിച്ചിട്ടുണ്ട് ചേട്ടൻ എപ്പോഴെങ്കിലും ചേച്ചിയെ വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? വഴക്ക് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പിന്നെ എന്താ തപ്സി ചോദിച്ചിട്ടുണ്ട് യുവർ ഫേവറേറ്റ് ഫിലിം ആക്ടർ. എനിക്ക് മോഹൻലാലിനെയാണ് ഇഷ്ടം. എനിക്ക് മമ്മൂട്ടി, അതുപോലെ ദുൽഖർ, എല്ലാവരും ഇഷ്ടം. പിന്നെ എല്ലാവർക്കും എന്താണെന്ന് അറിയത്തില്ല, ഞങ്ങളുടെ രണ്ടുപേരുടെ ഏജാണ്. ഒന്നെങ്കിൽ ഡോൺ ചേട്ടൻ്റെ ഏജ് ചോദിക്കും, അല്ലെങ്കിൽ എൻ്റെ ഏജ് ചോദിക്കും. എനിക്കറിയത്തില്ല എന്തോ സംഭവം. പിന്നെ ഫക്രുദ്ദീൻ ചോദിച്ചിട്ടുണ്ട് ഡോൺ ചേട്ടൻ ദേഷ്യപ്പെടാറുണ്ടോ? ദേഷ്യപ്പെടാറൊക്കെ ഉണ്ട്. പിന്നെ സ്നേഹം കൂടുമ്പോൾ എന്താണ് വിളിക്കാറ് ചേച്ചി? അങ്ങനെ ഒന്നും വിളിക്കാറില്ല. അങ്ങനെ ഒരാളെയും അങ്ങനെ എന്താ പറയുക ഓമനിച്ച് വിളിക്കലൊന്നുമില്ല. അപ്പോൾ അല്ലെങ്കിൽ ഡിവൈന് വിളിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വന്നാൽ മോളേന്ന് വിളിക്കല്ലാണ്ട് വേറെ അതിനപ്പുറത്തേക്ക് ഒരു വാക്ക് ഞാൻ വിളിക്കാറില്ല. ഒരാളും വിളിച്ചിട്ടുമില്ല. പിന്നെ സഹല ചോദിച്ചിട്ടുണ്ട് ഡോൺ പഴയ പോലെ ആക്റ്റീവ് അല്ലല്ലോ, എപ്പോഴും സൈലന്റ് ആണല്ലോ, എന്ത് പറ്റി? അത് തോന്നുന്നു ഞാൻ മുമ്പ് സൈലന്റ് ആയിരുന്നു, ഇപ്പോഴാണ് കുറച്ച് ആക്റ്റീവ് ആയത്. അത് എന്താണെന്ന് അറിയില്ല എന്ന് ചോദിച്ചത്. പിന്നെ എന്താ ഡിവൈന് ഡോൺ ചേട്ടൻ ഡിവൈൻ എന്നല്ലാതെ സ്നേഹത്തോടെ വിളിക്കുന്നത് എന്താണ്? ഡിവൈൻ തന്നെയാണ് വിളിക്കുന്നത്. പിന്നെ നിങ്ങളുടെ കെമിസ്ട്രി എങ്ങനെയുണ്ട്? അഞ്ജന സീവേ ചോദിച്ചതാണ് നിങ്ങളുടെ കെമിസ്ട്രി എങ്ങനെയുണ്ട്. പിന്നെ അസീഫ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ മാരേജ് കഴിഞ്ഞ് നിങ്ങളിലുണ്ടായ മാറ്റം എന്താണ്? എൻ്റെ മാറ്റം പറയാം, എനിക്കൊരു റൊട്ടീൻ വന്നതാണ്. ഞാൻ അത്ര റൊട്ടീൻ മീൻസ് രാവിലെ എഴുന്നേൽക്കുക, വല്ല അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുക, അങ്ങനത്തെ ഒരു സ്വഭാവമേ എനിക്കില്ലായിരുന്നു. തോന്നുമ്പോൾ അടുക്കളയിൽ കയറി എന്തെങ്കിലും വെക്കാതായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞ ശേഷം എനിക്കൊരു ഫുൾ റൊട്ടീൻ, ഒരു ഡേ ഫുൾ റൊട്ടീൻ വന്നു. രാവിലെ എണീക്കണം, കുക്ക് ചെയ്യണം, അങ്ങനത്തെ ഒരു ഇത് വന്നു. സോ എനിക്കൊരു ക്ലീൻ ആൻഡ് അപ്ഡേറ്റഡ് റൊട്ടീൻ വന്നു. എൻ്റെ കാര്യം പറയാം, കല്യാണം കഴിഞ്ഞ ശേഷം എൻ്റെ വന്ന മാറ്റം, ഞാൻ കുറച്ച് ബോൾഡായി, അതുപോലെ കുറച്ച് ടോക്കറ്റീവായി, പിന്നെ കോൺഫിഡൻസ് വന്നു. അങ്ങനത്തെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. പിന്നെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഹലോ ഡോൺ, ഐ എം ഷഫീമ. ഡോണിന് ഡിവൈനിൽ ഫസ്റ്റ് കണ്ടപ്പോൾ തോന്നി ഇഷ്ടമായോ? ഒരുപാട് ആലോചിച്ച ശേഷമാണോ ഫിക്സ് ചെയ്തത്? ഞങ്ങൾ പറഞ്ഞല്ലോ 1 മന്തോളം ഞങ്ങൾ ആലോചിച്ച് എടുത്ത തീരുമാനമാണിത്, അല്ലാതെ കണ്ടപ്പോഴേ ഓക്കെ പറഞ്ഞ് പോയ സംഭവമൊന്നും അല്ലത്. പിന്നെ എന്താണ് ചഞ്ചൽ ചോദിച്ചിട്ടുണ്ട് ഒരു നല്ല മെസ്സേജ് കൊടുക്കാൻ പറ്റുമോ എല്ലാവർക്കും ലൈഫ് സക്സസും എൻജോയ് ചെയ്യാനും? അതന്നെ വൈഫും ഹസ്ബൻഡ് ആണെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ആണ് എല്ലാത്തിലും സക്സസിനുള്ള വഴി. ഞാനത്ര പറയാം, അഡ്ജസ്റ്റ്മെന്റും അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ഇല്ലാതെ ഒരു ലൈഫ് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് പോവാം, അതാണ് ഏറ്റവും നല്ലത്. പ്രവീൺ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഡിവൈനെ പാർട്ട്ണറായി മതിയെന്ന് തോന്നാനുള്ള റീസൺ ഇതാണ്. ഇപ്പം നമ്മളൊരു കാര്യം എൻ്റെ ലൈഫിൽ പല കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അതെടുത്ത് പോസിറ്റീവായിട്ടാണ്. പിന്നെ അതിനെപ്പറ്റി ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതാണ് ഒരു മെയിൻ റീസൺ ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം. പിന്നെ പ്രഗ്നന്റ് ആണെന്ന് ആദ്യമായി അറിഞ്ഞപ്പോൾ മനസ്സിൽ തോന്നിയത് എന്താണ്? സന്തോഷം തോന്നി എനിക്ക്. ഞാൻ പറഞ്ഞില്ല, ഞാൻ യുറേക്ക എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പിന്നെന്താ തോന്നി ആദ്യമായി കണ്ടപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസ് ഒബ്വിയസ്ലി ഹാപ്പിനെസ്. പിന്നെ ഡിവൈൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് അതെല്ലാം പറഞ്ഞു. എനിക്ക് തോന്നുന്നത് പോസിറ്റീവ് പറയാ, നെഗറ്റീവ് പറയാ, പ്രായം പറയാ, എന്തിന് അതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. തപ്പി മനുഷ്യൻ മടുത്തു. ദിവ്യ ചോദിച്ചിട്ടുണ്ട് ഡിവൈനും ഡോൺ ചേട്ടനും മാരേജ് കഴിഞ്ഞപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് കണ്ടിരുന്നു. അതൊക്കെ എങ്ങനെയാണ് രണ്ടുപേരും ഡീൽ ചെയ്തത്? ഞാൻ ഈ പറഞ്ഞ സമയത്ത് യൂട്യൂബോ ഫേസ്ബുക്കോ ഒന്നും നോക്കിയതില്ല. പിന്നെ എനിക്ക് കുറേ ആൾക്കാർ എൻ്റെ ഫ്രണ്ട്സ് ആയാലും കസിൻസ് ആയാലും ലിങ്ക് അയച്ചു തരാറ് വാട്സപ്പിൽ, ആ ന്യൂസ് ഈ ന്യൂസ്. ഞാൻ ഒന്നല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിടും, അല്ലെങ്കിൽ അത് എന്താ പറയാ, ഞങ്ങൾ രണ്ടുപേരും നോക്കാറില്ലായിരുന്നു.
എനിക്ക് ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ഇതേ ഡിവൈനെ ന്യൂസ് വന്നിട്ടുണ്ട് അങ്ങനെ നോക്കി ഇങ്ങനെ ഞങ്ങൾ ആ രണ്ടുപേരും എനിക്ക് തോന്നുന്നു അതൊന്നും നോക്കിയിട്ടില്ല, കമന്റ്സ് നോക്കാനോ എന്തായിരുന്നോ ഒന്നും നോക്കിയിട്ടില്ല. അപ്പം നമുക്ക് മെസ്സേജ് അയക്കുന്നവർ പറയുന്നു അങ്ങനെ ഇട്ടിരിക്കുന്ന വളച്ചൊടിച്ചിട്ടിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആദ്യത്തെ ഒരു ലെറ്റ് സ്റ്റോക്ക് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുട്ടി ഉണ്ടെന്ന് പറഞ്ഞവരെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുന്നവർ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കാര്യം നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അതിനെക്കുറിച്ച് മീൻസ് യൂട്യൂബിലെ വീഡിയോ നോക്കാനോ കമന്റ്സ് നോക്കാനോ ആൾക്കാരെന്താ പറയുന്നതെന്നോ ഒന്നും ഞങ്ങൾ നോക്കാൻ പോയിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഓവർകം ചെയ്യേണ്ട കാര്യം അങ്ങനെയൊന്നും വന്നിട്ടില്ല. പിന്നെന്താ ഫമിത ചോദിച്ചിട്ടുണ്ട്, ഡോൺ ചേട്ടനെ കുറിച്ച് ഒരു പേജിൽ കവിയാത്ത വിധം പറയാൻ. ഞാൻ ഇങ്ങനെ ഒരു വിധം പേജിൽ കവിയാത്ത വിധമൊന്നും പറയാൻ ആരെയും കുറിച്ച് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. എന്താ പറയാ, എനിക്കറിയത്തില്ല അങ്ങനെ ഒരു പേജിൽ കവിയാതൊക്കെ പറയാൻ പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സോ അതിനൊന്നും എനിക്ക് ആൻസർ ഇല്ല. അടുത്ത ഡോൺ ആൻഡ് ഡയനയാണ് ചോദിച്ചിരിക്കുന്നത്. ഡോൺ എന്താ എപ്പോഴും വീഡിയോസിൽ മൂഡ് ഓഫ് ആയി ഇരിക്കുന്നത്? കുറച്ച് പ്ലസന്റും റൊമാൻറ്റിക്കുമായി ഡിവൈൻ്റെ കൂടെ നിന്നുകൂടെ? രണ്ടുപേരും തോമുനെയും കൂടി ഒരു പേഴ്സന്റെ ഒപ്പീനിയൻ കൂടാതെ അടിച്ചു പൊളിക്ക് ലൈഫ്. ഡിവൈന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്ത് എൻജോയ് ചെയ്യും. ചേട്ടൻ എന്താണ് വന്നിട്ട് എപ്പോഴും മൂഡ് ഓഫ് ആയി നിൽക്കുന്നത്? എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ബേബി ഷവറിൽ എനിക്ക് തോന്നുന്നു ഡിമ്മലിന്റെ വീഡിയോ കണ്ടിട്ടാണെങ്കിലും ബേബി ഷവറിലും നൂലുകെട്ടിലും അങ്ങനെയൊക്കെയാണ്. അതിലൊക്കെ ഡോൺ ചേട്ടൻ ഹാപ്പി പ്ലസന്റ് ആയിരുന്നു. പിന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ റൊമാൻസ് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. മീൻസ് അങ്ങനെയല്ല, ഓക്കെ ആയിട്ട് തന്നെയാണ് ഞങ്ങൾ നിന്നത്, അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പിന്നെ മൂന്നാമതൊരു പേഴ്സന്റെ ഒപ്പീനിയൻ ഞങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും ഞങ്ങളൊരു മൂന്നാമതൊരു പേഴ്സന്റെ ഒപ്പീനിയനിലാണ് ജീവിച്ചത്? അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ഞങ്ങളുടേതായ തീരുമാനത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്, അല്ലാതെ മൂന്നാമതൊരാളോട് പോയി അഭിപ്രായം ചോദിച്ചിട്ടല്ല ഞങ്ങൾ ജീവിക്കുന്നത്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഡിവൈന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. ഡിവൈന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്ത് തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് പറയാൻ പറ്റുന്ന ഡിവൈന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിട്ടില്ലെന്നൊക്കെ തോന്നിയിട്ടുണ്ട്, എനിക്കറിയത്തില്ല കേട്ടോ. ഞങ്ങൾ എന്താ പറയുക, സന്തോഷമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്, അതിലൊരു കുഴപ്പമില്ല. പിന്നെ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് റൊമാൻസ് ഒന്നും കാണിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇവാനിയ മാരിസ് ചോദിച്ചിട്ടുണ്ട്, സ്ത്രീധനം വാങ്ങിയായിരുന്നു? ഇത് തന്നോടാണ്, പക്ഷെ ഞാൻ തന്നെ ഉത്തരം പറയാം. എനിക്ക് പ്രപ്പോസൽ തുടങ്ങിയ സമയത്ത് ഞാൻ വീട്ടിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ സ്ത്രീധനം ഈ ചോദിച്ച് വാങ്ങിക്കുന്നവരുണ്ടല്ലോ, അങ്ങനെ വല്ല ആലോചന വരികയാണെങ്കിൽ അതങ്ങനെ വേണ്ട. എനിക്കൊരു നിർബന്ധം എന്ന് തന്നെ പറയാം. ഈ കാശും സ്വർണവും ഈ ചോദിച്ച് ഞങ്ങൾക്ക് അത്രയും വേണം എന്ന് പറഞ്ഞു വരുന്നവരെ അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സോ എനിക്കത് വേണ്ട എന്ന് ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ഏത് ആലോചന വന്നാലും ഞാൻ പറയുമായിരുന്നു. മീൻസ് അവർ ചോദിച്ചാലും എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ മാറിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു പ്രപ്പോസൽ വന്നപ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്തതാണ്. സോ എൻ്റെ ബാക്കി അല്ല, അപ്പൊ എനിക്കായാലും എൻ്റെ ഫാമിലിയിൽ അങ്ങനത്തെ ഒരു നിർബന്ധങ്ങളോ കാര്യങ്ങളോ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ് സ്ത്രീധനം മേടിച്ച് കല്യാണം കഴിക്കാന്നുള്ളത്. എൻ്റെ മുകളിൽ വേറെ ഒന്നുമില്ല. അടുത്ത് ചോദിച്ചിരിക്കുന്നത് നിവ്യ പോളാണ്. നിങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി അല്ലേ വരുന്നത്? ഈ ലോക്ക്ഡൗണിൽ എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? കുഞ്ഞ് സെലിബ്രേഷൻ വീഡിയോ എക്സ്പെക്ട് ചെയ്യാമോ? ആക്ച്വലി ഞങ്ങൾ ആഘോഷിക്കാൻ തന്നെയാണ് ഇരുന്നത്, പക്ഷെ ഞാൻ പിന്നെയും പറഞ്ഞു ലോക്ക്ഡൗൺ ആണ്, ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും വരാനിരുന്നതാണ്, ആൻസൺ ചേട്ടനും വരാൻ പറ്റത്തില്ല. സോ ഉള്ളവരെ വെച്ച് ഞങ്ങൾ തട്ടിക്കൂട്ടി ആഘോഷിക്കുന്നതായിരിക്കും. പിന്നെ വീഡിയോ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ക്രിസ്റ്റിയാണ്. പിന്നെ നിങ്ങളുടെ ലൈഫിലെ ഓരോ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ടിപ്സ്. തോമുട്ടിയുടെ ഫോട്ടോഷൂട്ട് ആർക്കാണ് കൂടുതൽ താല്പര്യം? ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യമുണ്ടായിരുന്നു. ഡോൺ ചേട്ടനാണ് കൂടുതലും അതിന്റെ മുന്നിൽ നിന്ന ആള്. അതിന്റെ ഇതൊക്കെ എടുത്തത് ഡിംപിളാണ് സെർച്ച് ചെയ്ത് ആളാരെന്നൊക്കെ എടുത്തത് ഡീറ്റെയിൽസ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് അത് തന്നെ. കുഞ്ഞുവാവയ്ക്ക് നെയിം സെലക്ട് ചെയ്തത് ആരാണ്? ഡിംപിൾ ചേച്ചിയുടെ ചാനൽ ഗേൾ ബേബി ആവുമെന്നല്ലേ രണ്ടാളും പറഞ്ഞു. അങ്ങനെ ഗേൾ ആയിരുന്നെങ്കിൽ ഏത് നെയിം സെലക്ട് ചെയ്തേനെ? കുഞ്ഞുവാവയ്ക്ക് സെലക്ട് നെയിം തോമുട്ടിക്ക് സെലക്ട് ചെയ്തത് ഞാനാണ്. ഇവാൻ എന്നുള്ള പേരിട്ടത് ഞാൻ തന്നെയാണ്. പിന്നെ ഡിംപിളിന്റെ വീഡിയോയിൽ അങ്ങനെ പറയാൻ റീസൺ ഡോൺ ചേട്ടന് ഗേൾ ബേബിയോട് ഭയങ്കര ഇഷ്ടം. ഞാനും ഓട്ടമേ ഗേൾ ബേബി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെന്താ പറയാ, 7th month വരെ ഡോൺ ചേട്ടൻ ഗേൾ ബേബിയുടെ നെയിമിൽ ഫിക്സ്ഡ് ആയിരുന്നു. വേറൊരു ബോയുടെ നെയിം ഞങ്ങൾ സെലക്ട് ചെയ്തില്ല. അപ്പോൾ ഡോൺ ചേട്ടനോട് ഞാൻ പതൊക്കെ പറഞ്ഞു, ഡോൺ ചേട്ടൻ അഥവാ ബോയ് ബേബി ആയാലും എന്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ഡോൺ ചേട്ടൻ എനിക്ക് ഓഫർ തന്നു. ബോയ് ബേബി ആണെങ്കിൽ നീ പേരിട്ടോ, ഗേൾ ബേബി ആണെങ്കിൽ ഡോൺ ചേട്ടൻ ഇടുന്നു. അപ്പോൾ പിന്നെ എന്താ നെയിം സെലക്ട് ചെയ്യുന്ന പറഞ്ഞാൽ അത് പറയത്തില്ല. നീ നെക്സ്റ്റ് ഇനി ഗേൾ ബേബി ആണെങ്കിലോ സസ്പെൻസ് കൊടുത്തില്ല. സോ അത് പറയത്തില്ല, സോ സീക്രട്ട്. പിന്നെന്താ പറയാ, പിന്നെ ജെമി ജേക്കബ് ചോദിച്ചിട്ടുണ്ട്, യുവർ ഫേവറേറ്റ് കപ്പിൾ യൂട്യൂബേഴ്സ്? എനിക്കങ്ങനെ ഞാൻ യൂട്യൂബിൽ ഞാൻ കാണാത്ത ആളാണ്. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ചാനൽ ഫോളോ ചെയ്യാൻ അങ്ങനത്തെ ഒന്നും ഞാൻ ചെയ്യാറില്ല. അത് ഡിവൈന് കറക്റ്റ് അറിയാം. എനിക്കിഷ്ടം അജയ് ചേട്ടനെയും ഇവയാണ് എനിക്കിഷ്ടം. പിന്നെ
പിന്നെ ചോദിച്ചത് സപ്പോസ് യു ആർ ഗോയിങ് ടു ആക്ട് ഇൻ എ ഫിലിം സെപ്പറേറ്റ്ലി ആൻ ആക്ടർ ചേച്ചി ലൈക്ക് ടു ആക്ട്. ഞാൻ ഒന്നും കൂട്ടാ കണ്ണടച്ച് പറയില്ല ലാലേട്ടൻ. നോൺ ചേട്ടനോ? എനിക്ക് പറയാനാണെങ്കിൽ നൈലോക്ഷനെ എനിക്ക് ഇഷ്ടമാണ്. മുമ്പ് തൊട്ടേ ഈ ദുബായിലായിരുന്ന സമയത്ത് ഒരു റേഡിയോയ്ക്ക് ആയിരുന്നപ്പോൾ അങ്ങനെയുള്ളൊരു ഇതാണ്. പിന്നെ സൗമ്യ ജെയിംസ് ചോദിച്ചിട്ടുണ്ട് ആരൊക്കെ എന്തൊക്കെ വേദനിപ്പിച്ചാലും വിഷമിക്കാതെ ഡിവൈൻ്റെ അടുത്ത് കയ്യിൽ മുറുക്കെ പിടിച്ച് തോമൂട്ടിയും കയ്യിലെടുത്ത് വിജയിച്ച് കാണിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ ഫ്രം ബോട്ടം ഓഫ് മൈ ഹാർട്ട്. താങ്ക് യു സോ മച്ച്. പിന്നെന്താ പറയാ, രഞ്ജിത്ത് ചോദിച്ചിട്ടുണ്ട്. രഞ്ജിത്ത് എന്നാണ് ആക്ച്വലി പേര്. അതിനകത്ത് ഹായ് ആൻഡ് നീതു രഞ്ജിത്ത് എന്ന് പറഞ്ഞു. പുതിയ ലൈഫിൽ വന്നപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നോ ഡിവൈൻ? കുറെ ഗോസിപ്പൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഡോൺ ചേട്ടനെ കുറിച്ചും ഫാമിലിയെ കുറിച്ചും അതെല്ലാം ഇപ്പൊ മാറിയോ? ഡോൺ ചേട്ടന്റെ ബെസ്റ്റ് ക്വാളിറ്റി പറയാമോ? വലിയ യൂസിനായി പോയി. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ചോദിച്ചാൽ അങ്ങനെ ടെൻഷൻ ഒന്നുമില്ല. കാരണം പ്രിപ്പയർ ചെയ്ത് ആലോചിച്ചെടുത്തൊരു ഡിസിഷൻ ആയതുകൊണ്ട് അങ്ങനത്തെ പേടിയൊന്നും ഇല്ലായിരുന്നു. കാരണം ക്ലിയർ ആയിട്ട് എന്താ പറയാ, ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും അറിയാവുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ടെൻഷൻ എൻ്റെ മനസ്സിലില്ലായിരുന്നു. സോ പേടിയോ അങ്ങനെ ടെൻഷനോ ഒന്നും ഇല്ലായിരുന്നു. ഗോസിപ്പ് ഉണ്ടാവുമല്ലോ. പിന്നെ ഡോൺ ചേട്ടൻ്റെയും ഫാമിലിയെ കുറിച്ചുള്ള ഗോസിപ്പ് ആണെങ്കിൽ കാര്യം സത്യമുള്ള കാര്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗോസിപ്പിനെ ഒന്നും കാര്യം പറ്റുന്ന കാര്യമില്ല. സോ അതെല്ലാം ഇപ്പം മാറി. മീൻസ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. സോ മാറാനായിട്ടൊന്നുമില്ല. പിന്നെ ഡോൺ ചേട്ടൻ്റെ ബെസ്റ്റ് ക്വാളിറ്റി പറയാം. ഡോൺ ചേട്ടൻ്റെ ബെസ്റ്റ് ക്വാളിറ്റി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കെയറിങ്ങേ പറയത്തുള്ളൂ. ആരെന്തോന്ന് വെച്ചാലും ഡോൺ ചേട്ടൻ പറയും കെയറിങ്, ഞാനും പറയും കെയറിങ്. അതുകൊണ്ട് അത് അടുത്ത ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത് മോഹിലതിയാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും സെയിം ഫേസ് കട്ട് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ചേച്ചി എക്സ്പെക്ട് ചെയ്ത ക്യാരക്ടറാണോ ചേട്ടൻ്റെ? നമുക്ക് രണ്ടുപേർക്കും സെയിം ഫേസ് കട്ട് തോന്നുന്നു. എൻ്റെയും ഡിംപിളിൻ്റെയും സെയിം ഫേസ് കട്ടാണ്. കുറെ പേര് സിസ്റ്റേഴ്സിനെ പോലെ ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളുടെ രണ്ടിൻ്റെ എങ്ങനെയാണ് സെയിം വരുന്നത് ആവും എനിക്കറിയത്തില്ല. പിന്നെ ചേച്ചി എക്സ്പെക്ട് ചെയ്ത ക്യാരക്ടറാണോ? ഞാൻ അങ്ങനെ പ്രതീക്ഷകളുമായിട്ട് വന്ന ഒരാളല്ല. അതുകൊണ്ട് അങ്ങനെ കിട്ടിയൊരു സന്തോഷമായിട്ടിരിക്കുക. അടുത്ത നന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഡിഡ് യു ഫീൽ ബാഡ് വെൻ ഡോൺ ചേട്ടൻ ഇൻസിസ്റ്റഡ് ഓൺ കീപ്പിംഗ് ബേബീസ് 28th day ceremony on his house? Dimple said in your video it was for her. Even you had a just delivered and you had to travel. What was your reaction when he said it? ആക്ച്വലി ആദ്യം ഞങ്ങൾ എൻ്റെ വീട്ടിൽ നടത്താൻ തന്നെയാണ് ഇരുന്നത്. അപ്പോഴാണ് മറ്റേ ബേബി ഷൂട്ട് വന്നത്. അപ്പം ബേബി ഷൂട്ട് അവിടെ ചെന്ന് സ്റ്റുഡിയോയിൽ തന്നെ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എറണാകുളത്താണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ നോൺ ചേട്ടന് പെട്ടെന്നൊരു ആഗ്രഹം 28th day ceremony ഇവിടെ നടത്തണം. പിന്നെ എന്താ പറയാ, ഡെലിവറി കഴിഞ്ഞിട്ടുള്ളതാണ്. ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു വെച്ചാൽ ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടറിനോട് നമ്മൾ പ്രോപ്പർ ഒപ്പീനിയൻ എടുത്തിട്ടാണ് ട്രാവൽ ചെയ്തത്. അല്ലാതെ ഇഷ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെന്താണ്, പിന്നെ ധനൂസ് വേൾഡ് ചോദിച്ചിട്ടുണ്ട്. ഡോൺ ചേട്ടൻ കോട്ടയത്ത് വന്നാൽ ചേച്ചിയുടെ വീട്ടിൽ സ്റ്റേ ചെയ്യാറുണ്ടോ? എൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്യാറുണ്ട്. ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് തിരിച്ച് വീട്ടിൽ പോകണമെന്ന് തോന്നാറുണ്ടോ? പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ട്? ഞങ്ങളുടെ രണ്ടുപേരുടെ ഫേവറേറ്റ് സ്പോട്ട് ഞങ്ങൾ വന്ന് മണാലിന്നാണ്. ലോക്ക്ഡൌൺ കഴിഞ്ഞ് തോമൂട്ടിയായിട്ട് പോകണമെന്ന് പ്ലാൻ ചെയ്യുന്ന ഒരു സ്പോട്ട് കൂടി ഞങ്ങൾ വേളാങ്കണ്ണി പോയെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ അടുത്തോട് ഉണ്ണീശോ പള്ളി ഉണ്ട്. അവിടെ രണ്ട് സ്ഥലത്താണ് ആദ്യം കൊണ്ടുപോകാൻ വിചാരിച്ചത്. പിന്നെ ആവി മരിയ മേച്ചിയിൽ ചോദിച്ചിട്ടുണ്ട്. ഡിവൈന് വിവാഹത്തിന് ശേഷം ഏറ്റവും വിഷമം തോന്നിയൊരു മൊമെന്റ്, അതേപോലെ ഏറ്റവും എക്സൈറ്റ്മെന്റ് തോന്നിയൊരു മൊമെന്റ് പറയാമോ? എൻ്റെ വിഷമം തോന്നിയ മൊമെന്റ് എന്ന് പറയുന്നത് എന്നെ തോമു ഉണ്ടായിട്ട് 3 മാസം കഴിഞ്ഞ് ഇവിടെ കൊണ്ടാക്കുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ അത് രാവിലെ തൊട്ട് തലേന്ന് തൊട്ട് എൻ്റെ മൂഡ് പോയി. ഇങ്ങനെ ബ്ലാന്നാണ് നടന്നുകൊണ്ടിരുന്നത്. ഇവിടെ കൊണ്ടാക്കി അവരങ്ങോട്ട് ഇറങ്ങി. ഞാൻ അങ്ങനെ ഇവിടെ വന്നിട്ട് കരഞ്ഞിട്ടില്ല. ഇവിടെ വന്നിട്ട് ഞാൻ കരഞ്ഞിട്ടേ ഇല്ല. ഈ പറയുന്ന പോലെ കല്യാണത്തിൻ്റെ ഒന്നും ഇവര് വീട്ടിൽ എൻ്റെ പേരൻസ് പോവുകയാണ്. ഇവരെല്ലാം എൻ്റെ പുറകെ വരികയാണ്, കരയോ എന്ന് നോക്കി. പക്ഷെ ഞാൻ അന്ന് കരഞ്ഞില്ല. പക്ഷെ എന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് 90 കഴിഞ്ഞ് തോമിനെ ഇവിടെ ആക്കിയിട്ട് പോയ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ നിന്ന് കരയാണ്. നിന്ന് കരയെന്ന് വെച്ചാൽ കര. അതാണ് ഏറ്റവും വിഷമം തോന്നിയൊരു മൊമെന്റ്. അതുപോലെ എക്സൈറ്റ്മെന്റ് തോന്നിയ മൊമെന്റ് പ്രഗ്നൻസിയും ഡെലിവറിയും ഒക്കെയാണ്. പിന്നെന്താ, ഹനൂസ് വേൾഡ് ചോദിച്ചിട്ടുണ്ട്. ഡിവൈൻ ഹിന്ദു റിലീജിയനാണ്, സിന്ദൂരം എന്തിനാ തൊട്ടിരിക്കുന്നത്? എൻ്റെ അറിവിൽ ഹിന്ദുസ് മാത്രമാണ് സിന്ദൂരം തൊടുന്നത്. എനിക്കറിയില്ല കേട്ടോ. ആർക്ക് ഇഷ്ടമുള്ള ആർക്ക് വേണമെങ്കിൽ സിന്ദൂരം തൊടാം. എനിക്ക് ഇഷ്ടമായിരുന്നു പേഴ്സണലി. പിന്നെ ഡോൺ ചേട്ടന് ഇഷ്ടമാണ്, എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമാണ് എനിക്ക് സിന്ദൂരം തൊടാറില്ല. അങ്ങനെ ഇന്ന റിലീജിയൻകാർക്ക് സിന്ദൂരം തൊടാമെന്നുള്ള റൂളൊന്നും ഇല്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. സോ അതെൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ തൊടുന്നതാണ്. എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമാണ്. സോ അതങ്ങനെ. പിന്നെന്താ, ഹർഷ ചോദിച്ചിട്ടുണ്ട്. ഹർഷ എല്ലാത്തിലും കംപ്ലീറ്റ് ആവുന്നുണ്ട്. സോ കോട്ടയം തൃശ്ശൂർ 2 പ്ലേസും തമ്മിൽ സ്ലാങ് ഓർ ഫുഡ് ഉണ്ടാക്കൽ സെറമണി എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഫുൾ ഡിഫറൻസ് ആണ്. ഞാൻ പറഞ്ഞ ചിലപ്പോൾ ഡോൺ ചേട്ടൻ മനസ്സിലാക്കില്ല. ആദ്യമൊക്കെ ഡോൺ ചേട്ടൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞ സ്പീഡിലാണ്. അപ്പോൾ ഡോൺ ചേട്ടൻ പതുക്കെ പറഞ്ഞു. ഫുഡായാലും ഫുൾ ഡിഫറെൻ്റ് ആണ്. സ്ലാങ്ങും
ആചാരങ്ങൾ ഫുൾ ഡിഫറെൻ്റ് ആണ്. ഒന്നും ഒരു ഇതും ഇല്ലാത്തതാണ്, രണ്ടും ഡിഫറെൻ്റ് ആണ്. പിന്നെ ആഫ്റ്റർ മാരേജ് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ലോങ് ട്രിപ്പിന് പോകാൻ അതും പറഞ്ഞു. ഡോൺ ചേട്ടൻ കുക്ക് ചെയ്യാറുണ്ടോ? ഡോൺ ചേട്ടൻ കുക്ക് ചെയ്യാറില്ല, ജ്യൂസ് ഉണ്ടാക്കും, ഷെയ്ക്ക് അടിക്കും, പിന്നെന്താ ചമ്മന്തി അടിക്കും, ഇതൊക്കെയാണ്. പിന്നെ ഡിവൈൻ ചേച്ചിനെ മമ്മീനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഡിവൈൻ ചേച്ചിയുടെ പാലപ്പം അല്ലാതെ ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഐറ്റം എന്താണ്? ബിരിയാണി. ബിരിയാണി മാത്രമേ ഉള്ളൂ എനിക്ക്? ബിരിയാണി ഉണ്ട്, ബീഫ് കറി ഉണ്ട്, പോരട്ടെ, കുറേ ഉണ്ട്. ഒരു ഇതെല്ലാം നല്ലതാണ് അവൾ ഉണ്ടാക്കുന്നത്. മാത്രം പറയരുത്. തോമു ലൈഫിൽ വന്നപ്പോൾ രണ്ടുപേരുടെയും ചേഞ്ച് എന്തൊക്കെയാണ്? ഇപ്പം എൻ്റെ ചേച്ചി പറഞ്ഞാൽ ഞാൻ മുമ്പ് ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഒരു ആഫ്റ്റർ 9 വരാറ്. ഇപ്പോൾ തോമു വന്നതിന് ശേഷം ഒരു 7-7:30 ആകുമ്പോഴേക്കും വീട്ടിലെത്തും. ലഞ്ച് കഴിക്കാൻ വരാറുണ്ട്, മുമ്പ് വരാറില്ല. പിന്നെ അത് പെട്ടെന്ന് തന്നെ ലോക്ക്ഡൌൺ ആയപ്പോൾ പിന്നെ ഫുൾ ടൈം അവൻ്റെ കൂടെ ആയിപ്പോയി. അപ്പയും മോനും അടിച്ചു പോയാ. എനിക്ക് വന്ന മാറ്റം എന്ന് പറയുന്നത് എൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നതേ ഞാൻ വിട്ടു. ഇപ്പം എന്താ പറയുക, രാത്രി ഉറക്കത്തിൽ നിന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല, ഒന്നാമത്തെ കാര്യം. പക്ഷെ തോമു ഒന്ന് അനങ്ങിയാൽ ഞാൻ അറിയും. സോ അതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. തോമുവിൻ്റെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ, അവൻ എന്ത് വേണം, അവൻ എന്തായാലും കാര്യം, അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെന്താ, മെയ്ഫ്ലവർ വ്ലോഗ്സ് ചോദിച്ചിട്ടുണ്ട്, സാധാരണ ഒരു കോട്ടയംകാരിൽ നിന്ന് ഒരു സെലിബ്രിറ്റി വീട്ടിലേക്ക് വന്നപ്പോഴുള്ള വ്യത്യാസം, അതിനെ എങ്ങനെ അഡാപ്റ്റ് ചെയ്തു? ഞാൻ സത്യം പറഞ്ഞാൽ ഒരു സെലിബ്രിറ്റി വീട്ടിലേക്ക് വന്നതെന്നുള്ള ഒരു ഫീലൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്തിട്ടോ അങ്ങനെയൊന്നുമില്ല. എനിക്ക് മീൻസ് അങ്ങനെ എന്നെ ട്രീറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ആ ഒരു ഫീല് വന്നിട്ടില്ല. സോ അങ്ങനത്തെ അഡാപ്റ്റ് ചെയ്യുന്ന ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. കാരണം നോർമൽ പേഴ്സൺസിനെ പോലെ തന്നെയാണ് ആദ്യം തൊട്ട് ഫാമിലി ഫുൾ എന്നോട് ബിഹേവ്. അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വന്നിട്ടില്ല. ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീകുട്ടിയാണ്, നിങ്ങളുടെ കല്യാണം വളരെ സിമ്പിളായല്ലേ നടത്തിയത്? വിവാഹം ആദ്യമേ സിമ്പിളായി നടത്താനായിരുന്നു തീരുമാനം, അതോ കോവിഡ് കാരണം സിമ്പിൾ ആക്കിയതാണോ? ചേച്ചിയുടെ വിവാഹ സങ്കല്പങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നു. ഞങ്ങളുടെ കല്യാണം സിമ്പിളായത് കോവിഡ് ആയത് കാരണമാണ്. കാരണം രണ്ട് സൈഡിലും നല്ലപോലെ പരിപാടി അറേഞ്ച് ചെയ്തത്. ഇപ്പം ഞങ്ങളുടെ അവിടെ വീട്ടിലാണെങ്കിലും ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തു, നമ്മളെല്ലാം നോക്കി, ഹോള് എല്ലാം നോക്കി, എല്ലാം കാര്യങ്ങൾ ചെയ്തു. ഇവിടെ അതുപോലെ തന്നെ അപ്പുറത്തെ പറമ്പ്, ഡിമ്പിള് പറമ്പില്ല, അപ്പുറത്തെ പറമ്പ് നോക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ പെട്ടെന്നാണ് ലോക്ക്ഡൗണും കാര്യങ്ങളും എല്ലാം വന്ന് അങ്ങനെ അത് ഫ്ലോപ്പ് ആയില്ല. അത് സിമ്പിളായിട്ട് നടത്തണമെന്ന് ചെയ്തതൊന്നുമല്ല, പരിപാടിയായിട്ട് നടത്താൻ തന്നെ ഇരുന്നതാണ്. ചേച്ചിയുടെ വിവാഹ സങ്കല്പങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് അങ്ങനെ സങ്കല്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ? ഉടനെ ഒന്നും പറ്റത്തില്ല, പക്ഷെ ചെയ്യും. പിന്നെന്താ, മല്ലൂസ് വേൾഡ് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ മോൻ ജനിച്ചതല്ലാതെ മറക്കാനാവാത്ത ഇൻസിഡന്റ് ഏതാണ്? കമോൺ. കല്യാണം കഴിച്ച ദിവസം തന്നെയാണ്. ഡോൺ ചേട്ടൻ്റെ ഫാമിലിയിൽ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം? എല്ലാവരും ജോളി ആൻഡ് ഹാപ്പി. പിന്നെന്താ പറയുക, ഡിവൈൻ ചേച്ചിയെ വൈഫായി കിട്ടിയത് ഭാഗ്യമായി തോന്നി എപ്പോഴാണ് ചേട്ടന്? ഓരോ നിമിഷങ്ങളും. ഓ വയ്യ. പിന്നെന്താണ്, സ്റ്റെയിൻസ് പോൾ ചോദിച്ചിട്ടുണ്ട്, മറ്റുള്ളവരിൽ നിന്ന് ഡോൺ ചേട്ടനെ വ്യത്യസ്തനാക്കുന്നത് എനിക്ക്? ഇത് ഞാനാ പറയണ്ട, ഡോൺ ചേട്ടനെ ആലോചിക്കുന്ന. ഡോൺ ചേട്ടനെ വ്യത്യസ്തനാക്കുന്നത് ഫാമിലിയായിട്ട് ഒരുപാട് മിങ്കിൾ ചെയ്യുന്ന ഒരാളാണ്. ഈസ് സോ ലവ്. അതാണ്, ഒത്തിരി പൊങ്ങണ്ട. ഓക്കെ. പിന്നെന്താ, മുരുകേശൻ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഡിവൈൻ ചേച്ചി ഡോൺ ചേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു നോക്കുന്ന ഒരു സക്സസ്ഫുൾ വൈഫാണ്. അതൊന്നും എൻ്റെ എന്താ പറയുക, എൻ്റെ മൂഡ് നീങ്ങാതെ സംസാരിക്കാറ്. ഇപ്പം എന്തെങ്കിലും ഒരു ടെൻഷനാണെങ്കിൽ അതനുസരിച്ച് സംസാരിക്കാറുണ്ട്. അത് കുഴപ്പമില്ല. അടുത്ത് ചോദിച്ചിരിക്കുന്നത് സുമയ ജംഷയാണ് ചോദിച്ചിരിക്കുന്നത്, മോനെ ആരാക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? നല്ലൊരു മനുഷ്യനെന്ന ആൻസർ വേണ്ട. മോനെ ആരാക്കണമെന്ന് മോനല്ലേ തീരുമാനിക്കേണ്ടത്, ആരാകണമെന്ന് ഞങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അതൊക്കെ അവൻ വളർന്നിട്ട് അവൻ തീരുമാനിക്കേണ്ടത് അല്ലേ? അല്ലാതെ നമ്മൾ ഒരാളെ തല്ലിപ്പഴിപ്പിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവന് ഇഷ്ടമുള്ളത് അവൻ ചെയ്യും. എൻ്റെ അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ്, ഞാൻ എന്ത് പറഞ്ഞതാണ് എനിക്ക് എൻ്റെ ഫാമിലി ചെയ്തു തന്നിട്ടുള്ളത് ഇന്ന് വരെ. അതുപോലെ തന്നെ അവനും എന്താണ് വേണ്ടത് അതുവരെ അവന് ചെയ്തു കൊടുക്കാം. പിന്നെ കവിത ചോദിച്ചിട്ടുണ്ട്, കവിത സലീം ചോദിച്ചിട്ടുണ്ട്, ഡിവൈൻ വാട്ട് ഈസ് യുവർ പ്രൊഫഷൻ ആൻഡ് പ്ലീസ് ടെൽ സംതിങ് അബൌട്ട് യുവർ സ്റ്റഡീസ്? എൻ്റെ പ്രൊഫഷൻ, ഞാൻ ആക്ച്വലി കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് പഠിച്ചത്. പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ ഞാൻ കൊച്ചിയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, കൗൺസിലറായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതെല്ലാം മീൻസ് സ്റ്റഡീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഓൾറൗണ്ടറാണ്. കുറേ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്. എന്താ പറയുക, പണ്ടൊക്കെ ഈ അമ്മമാരുടെ ഒന്നും പറയത്തില്ലേ, ആ സ്കൂൾ നല്ലതാണ്, അത് ചേർത്തു, ഈ സ്കൂൾ നല്ലതാണ്. അങ്ങനെ എനിക്കൊന്ന് കുറേ സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛനിടയ്ക്ക് ജോലി സംബന്ധമായിട്ട് തമിഴ്നാട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്തൊരു സമയം വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയപ്പോഴും 3 സ്കൂളോളം ഞാൻ മാറിയിട്ടുണ്ട്.
പറഞ്ഞ പോലെ അവിടുന്ന് തമിഴൊക്കെ പഠിച്ചു വന്നപ്പോഴത്തേനും പിന്നെ എന്തേ കേരളത്തിലോട്ട്. അതുകൊണ്ട് ഇപ്പം വായിക്കാനും എഴുതാനും പറഞ്ഞാൽ തമിഴ് എനിക്ക് കൂടുതലും വായിക്കാനും എഴുതാനും ഒക്കെ ഇഷ്ടം. മലയാളം വായിക്കും, പക്ഷെ എഴുതാൻ പറഞ്ഞാൽ ഞാൻ ഓടും. എനിക്ക് അത്ര വശമില്ല. സോ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് ഞാൻ ചെയ്യുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുന്ന പരിപാടി നിർത്തി. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ കമന്റ് ബോക്സ് കണ്ടാൽ അറിയാം. ഒന്നെങ്കിൽ പോസിറ്റീവ് പറയാ, നെഗറ്റീവ് പറയാ, പിന്നെ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം പറയാ, ഏജ് ആണ് ഹൈലൈറ്റ്. എന്താണെന്ന് അറിയത്തില്ല, ഞങ്ങളുടെ ഏജ് ആണ് അറിയേണ്ടത്. പിന്നെ പെണ്ണ് കാണലിനെ കുറിച്ച് വെച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല. പെണ്ണ് കാണൽ മീൻസ് നോർമൽ, എല്ലാവർക്കും ഉള്ള പോലെ ഒരു നോർമൽ പെണ്ണ് കാണൽ തന്നെയായിരുന്നു. പിന്നെന്താ പറയാ, എല്ലാവർക്കും ഈ സംഭവങ്ങൾ. അപ്പം ഞങ്ങൾ തന്നെ വായിച്ച് മടുത്തു. ഒന്നെങ്കിൽ വേറെ രീതിയിൽ ചോദിക്കുക, അല്ല വേറെ രീതിയിൽ ചോദിക്കും. പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എനിക്കും എടുത്തു, കേട്ട് നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യമായിരുന്നു ഡോൺ ചേട്ടനെ വീഡിയോയിൽ കൊണ്ടുവരിക. ഡോൺ ചേട്ടനെ വേണം. അപ്പം ഡോൺ ചേട്ടനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ Q&A. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ എന്തുവാ, ഞാൻ കുറെ നാളെ ശേഷം വരുന്ന, അപ്പം അതിൻ്റെതായ കുറെ ഒരു എന്താ പറയുക, ഒരു ഇത് കുറവുണ്ട്, കോൺഫിഡൻസ് കുറവുണ്ട്. അത് പിന്നെ അടുത്ത വീഡിയോ നമുക്ക് ശരിയാക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ. ബൈ ബൈ ബൈ.